പാസ് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ബ്രേക്ക് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ പാസ് മീൻ ചെയ്യുന്നത് ഇപ്പോൾ ഒന്നും ചെയ്യാതെ ഫ്യൂച്ചറിലേക്ക് നോക്കിക്കണ്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ അസൈൻ ചെയ്യുന്നതിനാണ് പാസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ എന്തെങ്കിലും ഒരു ഓഫർ വന്നു, ഇപ്പോൾ ഒരു വാച്ചിൻ്റെ ഒരു ഓഫർ വന്നു, ഒരു 50% ഓഫർ ഉണ്ടായിരുന്നു. സോ എനിക്കിപ്പോൾ വാച്ചിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഞാൻ നല്ല ഓഫർ വന്നപ്പോൾ ആ ഒരു വാച്ച് മേടിച്ച് വെച്ചു. സോ ഞാൻ അവിടെ ഓർഡർ ചെയ്തു. സോ വാച്ചിൻ്റെ ഒരു ഓപ്ഷൻ അവിടെ ഓഫറിലുള്ള, അതായത് ഇപ്പോൾ ഒരു 5000 രൂപയുടെ ഒരു വാച്ച് എനിക്ക് 2500 രൂപയ്ക്ക് ഓഫറിൽ കിടക്കുന്നുണ്ടായിരുന്നു. സോ ആ ഒരു ഓഫർ വന്ന സമയത്ത്, പിന്നീട് ആ ഓഫർ ഉണ്ടാവും എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഓഫർ വന്ന സമയത്ത് ഞാനൊരു വാച്ചിനെ ബൈ ചെയ്തു. പക്ഷേ ആ വാച്ചിൻ്റെ ആവശ്യം എനിക്കിപ്പോൾ ഇല്ല. എനിക്ക് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള മറ്റൊരു വാച്ചിൻ്റെ കയ്യിലുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ആ വാച്ച് ഇപ്പോൾ എനിക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ വാച്ചിനെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നില്ല, നമ്മളത് മാറ്റി വയ്ക്കുന്നു. ദെൻ നമുക്കത് വേറൊരു സമയത്ത് ആവശ്യമുള്ള സമയത്ത് നമുക്ക് വേണമെങ്കിൽ അതിനെ യൂസ് ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റ് വരുന്ന സമയത്ത് വേണമെങ്കിൽ ആൾക്ക് വേണമെങ്കിൽ ഗിഫ്റ്റായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിലേക്ക് വേണമെങ്കിൽ പിന്നീട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെയാണ് പാസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോൾ അത് ആവശ്യമില്ല, സോ നമ്മളതിനെ യൂസ് ചെയ്യുന്നു. ദെൻ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു സമയത്ത് അതിനെ യൂസ് ചെയ്തിട്ട് അതിനെ പാസ് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ നമുക്ക് എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റുകളോ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ആക്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ അങ്ങനെയുള്ള കേസിനകത്താണ് പാസ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇതിനെ തന്നെ അൺകമാൻഡ് ചെയ്യുവാണ്. നമ്മൾ നേരത്തെ ചെയ്ത കണ്ടിന്യൂ ഓപ്ഷൻ്റെ ഇത് ചെയ്യുവാണ്. സോ ഞാനിവിടെ കണ്ടിന്യൂവിന് വരെ ഞാനിവിടെ പാസ് കൊടുക്കുകയാണ്. സോ ഇവിടെ പാസ് കൊടുത്തിട്ട് എന്തായിരിക്കും വർക്ക് ചെയ്യുന്നത്? ഇവിടെ 1 വർക്കാവും. അല്ല, കൗണ്ടിൻ്റെ വാല്യൂ 1 ആണ്. 1-നേക്കാൾ താഴെയാണ് 10 എന്ന് പറയുന്നത്. അപ്പോൾ കൗണ്ടിൻ്റെ വാല്യൂ 1 ഇവിടെ പ്രിൻ്റായി. 1ൻ്റെ വാല്യൂ ഇവിടെ പ്രിൻ്റ് ആവും. ദെൻ കൗണ്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും 2. ദെൻ ഈ ഫ്ലൂപ്പിനകത്ത് ചെക്ക് ചെയ്യും, അത് ഓക്കെ ആണെങ്കിൽ പാസിൻ്റെ ഉള്ളിലേക്ക് കയറും. ദെൻ ഹായ് പ്രിൻ്റ് ആവും. ആ രീതിയിലാണ് ഔട്ട്പുട്ട് വരുന്നത്. സോ നമുക്കിതൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത ഫോർ ലൂപ്പിനെ കിടക്കുന്നുണ്ട്. സോ ഞാനത് ഡിസേബിൾ ചെയ്തിടണം. ഓക്കെ, ഒന്നും കൂടെ റൺ ചെയ്തു. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 1 ഹായ്, 2 ഹായ്, 3 ഹായ്, 4 ഹായ്, 5 ഹായ്, 6 ഹായ്, 7 ഹായ്. ഇവിടെ 7 വന്നപ്പോഴും 7ഉം ഇവിടെ 6ൻ്റെ ഒപ്പം പ്രിൻ്റ് ആയിട്ടുണ്ട്. 6 കഴിഞ്ഞിട്ട് ഹായും പ്രിൻ്റ് ആയിട്ടുണ്ട്. സോ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, നത്തിങ്. അതായത് ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു പാസ് കൊടുത്ത സമയത്ത് അവിടെ ഒന്നും ചെയ്യാതെ അതിനെ ജമ്പ് ചെയ്യുകയാണ്. അടുത്ത ആ ഒരു സ്റ്റെപ്പ് തന്നെ അടുത്ത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറൊന്നും വർക്ക് ചെയ്തിട്ടില്ല. സോ ഈ പാസ് തന്നെ അതായത് സാധാരണ പ്രോഗ്രാം, ഈ ഒരു പ്രോഗ്രാം നോർമലി വർക്ക് ചെയ്യുന്ന പോലെ തന്നെ, അതായത് ഇത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കൊടുത്തിട്ടില്ലെങ്കിലും വർക്ക് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഈ പാസ് കൊടുത്ത സമയത്ത് വർക്കായത്. സോ നമുക്ക് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഈ പാസിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക് ആക്കാം, കണ്ടിന്യൂ ആക്കാം, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രിന്റ് കൺസോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യുന്ന രീതിയിലേക്കും കൊടുക്കാം. അത് പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലും ചെയ്യാം. സോ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല, ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആടൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഈ പാസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കോൾ ചെയ്തു, ചിലപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് അത് യൂസ് ചെയ്യേണ്ട വരുന്നുണ്ടെന്ന് നമുക്ക് നേരത്തെ അറിയാം. ഇപ്പോൾ നമുക്കൊന്ന് യൂസ് ചെയ്യാനില്ലെങ്കിൽ നമുക്ക് പാസ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം എഴുതുവാണ്, ഈ =7 വരുന്ന സമയത്ത് ചിലപ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷേ ഇപ്പോൾ നമുക്കൊന്നും യൂസ് ചെയ്യേണ്ടാത്ത കേസാണെങ്കിൽ നമുക്കിവിടെ പാസ് കൊടുത്തിട്ട് ആ ഒരു പ്രോഗ്രാം വേറെ എററൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് വേണ്ടി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് പാസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ പാസ് തന്നെ വേണമെങ്കിൽ നമുക്കൊരു ഡിഫൈൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം പാസ്സൊക്കെ. ആക്ച്വലി ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഫ്യൂച്ചറിൽ ചിലപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും ഫംഗ്ഷൻസൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഇത് ഫ്യൂച്ചറിൽ പഠിപ്പിക്കും, അന്നേരം കുറച്ചുകൂടി മനസ്സിലാക്കാം. ABC എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പാസ് കൊടുക്കാം, കോളിന് കൊടുക്കാം. സോ ഇവിടെ പാസ് കൊടുക്കുന്ന സമയത്ത് ഇതൊന്നും വർക്കാവത്തില്ല. സോ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല, കാരണം നമ്മളൊന്നും റൺ ചെയ്യാൻ കൊടുത്തിട്ടില്ല. സോ ഈ ഫംഗ്ഷനെ ഫ്യൂച്ചറിൽ കോൾ ചെയ്തിട്ട് ഇവിടെ എന്തെങ്കിലും റീപ്ലേസ് ചെയ്ത് എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പ്രിൻറ്റ് ഇവിടെ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് വേണമെങ്കിൽ ABC എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പ്രോഗ്രാം എഴുതാം. ഓക്കെ, ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാത്തതുകൊണ്ടാണ് അത് വർക്കാവാത്തത്. സോ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് ആ ഒരു പ്രിൻ്റ് ഫംഗ്ഷനെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. സോ ഫംഗ്ഷൻ്റെ സ്റ്റെപ്പ് പഠിക്കുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ അന്നേരം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ കാര്യങ്ങൾ നോക്കാം. സോ ഈ രീതിയിലാണ് സ്റ്റേറ്റ്മെൻറ്റുകൾ വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ബ്രേക്ക്, കണ്ടിന്യൂ, പാസ് ഈ സ്റ്റേറ്റ്മെൻറ്റുകളെ പറ്റിയാണ് പഠിച്ചത്. സോ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ആ കംപ്ലീറ്റ്ലി ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട്. സോ എപ്പോൾ എക്സിറ്റ് ആവുന്നു അതിന് താഴെയുള്ള ലൂപ്പിന് എക്സിറ്റ് ആവുന്ന സമയത്ത് അതിന് താഴെയുള്ള ലൂപ്പിൻ്റെ
ഉള്ളിൽ തന്നെ ബ്രേക്കിന് താഴെയായിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വർക്കാവുന്നതിന് താഴെയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും വർക്കാവത്തില്ല. മൊത്തത്തിൽ പിന്നെ അത് വർക്കാവാത്തതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ലൂപ്പ് തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന രീതിയിൽ എക്സിറ്റ് ആവുന്ന രീതിയിലാണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തത്. കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് സ്റ്റേജ്, ഒരു സ്പെസിഫിക് സ്റ്റെപ്പിനകത്തുള്ള ആ ഒരു കണ്ടീഷൻ വർക്ക് ചെയ്യുന്നതിന് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും വർക്കാവത്തില്ല, ബാക്കിയെല്ലാം വർക്കാവും. ഓക്കെ, പാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യേണ്ട കേസൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഗ്രാമിന് നമ്മളവിടെ പാസ് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട് നത്തിങ്, വേറൊന്നും വർക്ക് ചെയ്യാത്ത രീതിയിൽ, ഒന്നും വർക്ക് ചെയ്യുന്നില്ല, അങ്ങനത്തെ കേസിനകത്ത് നമ്മൾ അവിടെ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന രീതിയിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു സെക്ഷനിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ ബൈ.